കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് മുകളിലത്തെ ആരാധനയിൽ പങ്കെടുത്ത് ഉച്ച സമയത്ത് അവിടുത്തെ ആരാധന നടക്കുന്ന സമയത്ത് എന്നോട് ദൈവം എനിക്ക് ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. കാരണം ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10-18 വർഷത്തിന് മുന്നേ എനിക്ക് തൊണ്ടയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നാൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് എന്നെ കൊണ്ട് കിടത്തിയ സമയത്ത് എൻ്റെ 2 കാലിലും തണുത്ത 2 കരങ്ങൾ എൻ്റെ കാലിനെ രണ്ടിനെയും പിറകോട്ട് പിടിച്ചിട്ട് എൻ്റെ തൊണ്ടയിലിട്ട് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് എന്നെ ഒരു കുത്തി ഞാൻ അറിയാതെ വിളിച്ചു പോയി. അതിനുശേഷം എൻ്റെ സൗണ്ടിന് മാറ്റം ഉണ്ടായി. ഞാൻ സംസാരിക്കുമ്പോൾ പുറത്തു വരില്ല, അങ്ങനെയായിരുന്നു. എന്നാൽ എനിക്ക് മറ്റുള്ളവർ ചിരിക്കുന്നത് പോലെ ഉറച്ച് ചിരിക്കുവാനോ സംസാരിക്കാനോ പറ്റില്ല. അല്പസമയം സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ തൊണ്ട അടയുകയും എനിക്ക് ശബ്ദം കിട്ടാതെ വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുകളിലത്തെ ആരാധനയിൽ പങ്കെടുക്കാൻ പോയി. അവിടെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവരോടൊപ്പം പാടാനൊന്നിനും കഴിയില്ല. എങ്കിലും ഞാൻ സ്തോത്രം പറഞ്ഞിരിക്കുകയായിരുന്നു, കൈയടിച്ച് സ്തോത്രം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അനുഭവം, എൻ്റെ തൊണ്ടയിൽ കൂടി ഒരു തീ പാഞ്ഞു പോകും പോലെ തോന്നി. ഞാൻ അപ്പോഴേ പെട്ടെന്ന് ഞാൻ തൊണ്ടയിൽ പിടിച്ചു. തീ ഇത് ഇവിടെ നിന്ന് വരണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ തൊണ്ടയിൽ പിടിച്ച്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല, ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ദൈവം എനിക്ക് അല്പം കഴിഞ്ഞ് വീണ്ടും ഞാൻ തൊണ്ടയിൽ പിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ഇവിടെ സഭയിൽ പാട്ട് നല്ലപോലെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ എനിക്ക് ശബ്ദം ഇടറാതെ അവരോടൊപ്പം എനിക്ക് പാടാൻ കഴിഞ്ഞു. സംസാരത്തിന് തൊണ്ടയിൽ ഒരു അടപ്പോ തടസ്സങ്ങളോ ഒന്നും പറ്റില്ല. ഞാൻ അപ്പോൾ വിചാരിച്ചു, എന്താണ് ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെന്ന് വിചാരിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്ന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി, എൻ്റെ തൊണ്ടയിൽ ഒരു തീ ഇങ്ങനെ പാഞ്ഞു പോയി. ആ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. ഈ കുത്തുകൊണ്ട് അതേ ഭാഗത്തു നിന്നായിരുന്നു തീ പോലെ ഇങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്താണെന്ന് അതിൻ്റെ തൊണ്ടയുടെ വേദനയോ എന്താണെങ്കിലും ഉണ്ടാകുന്ന നീ 2-3 ദിവസം ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ വേദന അങ്ങ് മാറിയിട്ട് എനിക്ക് എല്ലാവരോടും ഇരുന്ന് ഞാൻ ബുക്കെടുത്ത് വെച്ച് പാടി നോക്കി. അപ്പോഴെല്ലാം തടസ്സങ്ങളില്ല, വായിക്കാനോ മറ്റു സംസാരിക്കാനോ ഒന്നിനും ഒരു തടസ്സം ഇല്ലാതെ എനിക്ക് വന്നു. എന്നാൽ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ പാസ്റ്റർക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. ഞാൻ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്ത് 4 തുണ്ട് എഴുതി ഇട്ട്, യഹോവേ ഇത് എന്താണ്, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തെളിച്ച് കാണിച്ചു തരണേന്ന് പറഞ്ഞ് എഴുതിയിട്ട്. എന്നാൽ എന്നിട്ട് ഞാൻ ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞായറാഴ്ച ഇടുന്ന എല്ലാവരുടെ മുന്നിൽ പള്ളിയിൽ ഞാൻ സാക്ഷി പറയാം. പറയണോ പറയണ്ടേ, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത് വെച്ച് എഴുതിയിട്ട്. എന്നാൽ യഹോവ എന്നോട് പറഞ്ഞു, നിന്റെ ദോഷം മാറി കിട്ടി. നീ 2ാമതെടുത്തപ്പോ പറഞ്ഞ് നീ ഞായറാഴ്ച മധ്യത്തിൽ സാക്ഷി പറയണം എന്നുള്ള തുണ്ട് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് ആ തൊണ്ടയുടെ ആ പിടുത്തം വിട്ടു. ഇപ്പൊ എനിക്ക് എല്ലാവരോടും സംസാരിക്കുമ്പോൾ സൗണ്ട് പോണില്ല, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മരവിക്കും, പെട്ടെന്ന് സൗണ്ട് അത് പോകും. എന്നാലും എനിക്കതിപ്പോ ഇല്ല. ഒരാഴ്ച കൊണ്ട് എനിക്കത് മാറി. ദൈവം എന്നെ അനുഗ്രഹിച്ചെന്നുള്ള വിശ്വാസത്തോടെ ഒരു അനുഭവം 18 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുകയാണ്. ആ വേദന എനിക്ക് മാറി കിട്ടി. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് എങ്ങനെ പറയണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയാണ്. സ്തോത്രം.